.3 .6 .3 നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇടവേള. ഇന്നത്തെ സംപ്രേഷണം അവസാനിച്ചു. ഇനി നാളെ രാവിലെ 7:30. 90.1 90.2 93.4. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുണ്ട് FM. ഒന്നുകൂടി ഗുണ്ട് FM. ഞങ്ങൾക്ക് എന്താ പറഞ്ഞാലേ നിങ്ങൾക്ക് എന്താ കേട്ടാലേ ഗുണ്ട് FM 93.5. പ്രിയപ്പെട്ട ചെറുത്തുരുത്തി നിവാസികളെ, അല്ല, പ്രിയപ്പെട്ട തിരുത്തി നിവാസികളെ, ഗുണ്ട വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യമായി പ്രധാന വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് ഗുണ്ടഫം ടീം. പ്രധാന വാർത്ത ബ്ലാക്ക് വാട്ടർ ടെസ്റ്റിന് വിരാമമായി. ബ്ലാക്ക് വാട്ടർ ടെസ്റ്റ് പുതിയ വൈത്തിരിവിലോട്ട്. ബ്ലാക്ക് വാട്ടർ ടെസ്റ്റ് പുതിയ വൈത്തിരിവിലേക്ക്. അതോടൊപ്പം തന്നെ പൊറാട്ട മാവിൽ നിന്നും പൂരി മാവിലേക്ക്. വീണ്ടും അതോടൊപ്പം തന്നെ പൊറാട്ടയിൽ നിന്നും പൂരിയിലേക്കും. എന്ത് കൺഫ്യൂഷനോ? ഇല്ല, പൊറാട്ടയിൽ നിന്നും പൂരിയിലേക്ക്. വാർത്തകൾ വിശദമായി. ബ്ലാക്ക് വാട്ടർ ടെസ്റ്റ് പുതിയ വൈത്തിരിവിലോട്ട്. ബ്ലാക്ക് വാട്ടർ ടെസ്റ്റ് പുതിയ വൈത്തിരിവിലോട്ട്. കഴിഞ്ഞ 22 വർഷമായി ബ്ലാക്ക് വാട്ടർ ടെസ്റ്റിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലിന് വിരാമമായി. ബ്ലാക്ക് വാട്ടർ ടെസ്റ്റ് ലീക്കൊലിച്ച ബാറ്ററിയുടെ ടെസ്റ്റോ. നമുക്ക് ചർച്ചയിലോട്ട് പങ്കെടുക്കാം. ചർച്ചയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതെ, ഒടുവിൽ നിന്നും സിൽക്കിൽ നിന്നും പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ലീക്കൊലിച്ച ബാറ്ററിയുടെ അതേ ടേസ്റ്റ് ആണെന്ന് വ്യക്തമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അതെ, ഈ വാർത്തയുടെ വിശദ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ലൈനിൽ ചേരുന്നത് ഗുണ്ട് കാക്ക. ഹലോ ഗുണ്ട് കാക്ക, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാൻ. സിൽക്ക് സാദിഖിന്റെ പുതിയ കണ്ടെത്തൽ ശാസ്ത്രത്തെ പുതിയൊരു വഴിത്തിരിവിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം അതിവിദഗ്ധമായ രീതിയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ ഗുണ്ട് കാക്ക, നമുക്ക് താങ്കളോട്ട് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ ഗുണ്ട് വസി ലൈനിലുണ്ട്. ഹലോ ഗുണ്ട് വസി, താങ്കളുടെ പ്രതികരണങ്ങൾ എന്താണ്? ഈ കണ്ടെത്തലിനെ കുറിച്ച് താങ്കളുടെ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്? ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറയൂ. അതെ, ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഈ കാര്യത്തെ നോക്കിക്കാണുന്നത്. ഇത്രയും കാലത്തെ എൻ്റെ നിരീക്ഷണ പാടവത്തിൽ ഞാൻ ഇത്രയും വലിയൊരു അഭിമാനപൂർവ്വം ഒപ്പം ആകാംക്ഷ അങ്ങേയറ്റം എത്തിച്ച ഇത്തരമൊരു ടെസ്റ്റ് എൻ്റെ ജീവിതത്തിന് മുന്നിൽ കണ്ടിട്ടില്ല. താങ്കൾ പറഞ്ഞത് ഇത് ഒരു അത്യുജ്വലമായ ഗവേഷണമാണ്. തീർച്ചയായും സിൽക്ക് സാദിഖ് തന്റെ കാലുകൾക്കൊപ്പം തന്നെ തന്റെ മുക്കി ഒപ്പം തന്നെ നക്കിക്കൊണ്ട് അതിന്റെ ടേസ്റ്റ് ഒടുവിൽ 5 മിനിറ്റിന് ശേഷം ഫലം പുറത്തു വിടുകയായിരുന്നു. കൂടുതൽ വാർത്തകളുമായി ഞാൻ അല്പനേരത്തിൽ ചേരാം. താങ്കളോട് തിരിച്ചൊരു അതിനു മുമ്പ് ഈ ബ്ലാക്ക് വാട്ടർ ടെസ്റ്റിന്റെ റിസൾട്ട് നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഹലോ ഗുണ്ടിനാഥു, എന്തൊക്കെയാണ് റിസൾട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? എന്തൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഭാവി പ്ലാനിങ്? താങ്കൾ പറയൂ. ഹലോ ഗുണ്ടിനാഥു. ഹലോ. അതെ, പറയൂ ഗുണ്ടിനാഥു, പറയൂ, കേൾക്കാം. നമ്മുടെ വിദഗ്ധർ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ബ്ലാക്ക് വാട്ടറിന്റെ ടേസ്റ്റ് അറിഞ്ഞിരിക്കുന്നത്
ലീക്കൊലിച്ച ബാറ്ററിയുടെ ടേസ്റ്റ് ആണെന്നാണ്. താങ്കൾ പറഞ്ഞത് റിസൾട്ട് ലീക്ക് ഒലിച്ച ബാറ്ററിയുടെ ടെസ്റ്റ് അല്ലെങ്കിൽ സ്വാദ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ നിങ്ങൾ പറയൂ. അത് എങ്ങനെയാണ്? സിൽക്ക് സാദിഖിന്റെ വിദഗ്ധമായ കണ്ടെത്തലുകളിൽ അദ്ദേഹം സ്വന്തം നാവ് വെച്ച് രുചിച്ചുകൊണ്ടാണ് ഈ അത്യപൂർവ രഹസ്യം പുറത്തുവിട്ടിരിക്കുന്നത്. ശാസ്ത്രലോകം ആകെ ഞെട്ടിത്തരിച്ച് വിറച്ചു നിൽക്കുകയാണ്. ഈ സിൽക്ക് സാദിഖിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അദ്ദേഹത്തിന് തേടി എന്തെങ്കിലും അവാർഡുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണോ? ലോകത്താകമാനമുള്ള ശാസ്ത്രജ്ഞർ അദ്ദേഹത്തിന്റെ ഈ വിദഗ്ധമായ കണ്ടെത്തലുകൾ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. കൂടുതലൊന്നും തുടർന്ന് പറയാനോ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ആരും തയ്യാറല്ല. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം ഞങ്ങളോട് പ്രതികരിച്ചതിന് മിസ്റ്റർ ഗുണ്ട് കാക്കു ആൻഡ് ഗുണ്ട് വാസി അതുപോലെ ഗുണ്ടിനാഥു താങ്കളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ബ്ലാക്ക് വാട്ടർ ടെസ്റ്റിന്റെ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശാസ്ത്ര ഗവേഷണത്തിന് പുതിയൊരു വെളിച്ചമാണ് ഇത്. ലീക്കൊലിച്ച ബാറ്ററിയുടെ ടേസ്റ്റാണ് ഈ വാട്ടറിന് എന്നാണ് അറിവായിട്ടുള്ളത്. അടുത്ത വാർത്തയിലോട്ട് കിടക്കാം. പ്രമുഖ ഫുഡ് നിർമ്മാതാവും ഉപജ്ഞാവുമായ ചോര സെമീലിന്റെ പുതിയ പ്രോഡക്റ്റായ പൊറാട്ടയിൽ നിന്നും പൂരി എന്ന പുതിയ ഉൽപ്പന്നം ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. പൊറാട്ടയിൽ നിന്ന് പൂരി എന്ന പുതിയ ഉൽപ്പന്നത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങളും ടേസ്റ്റിന്റെ പല പ്രോബ്ലങ്ങളും ഇപ്പോൾ ഗവേഷകർ ആരോപിച്ചിരിക്കുന്നു. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഗുണ്ടുവാസി അതുപോലെ തന്നെ ഗുണ്ടിനാഥു അതുപോലെ തന്നെ ഗുണ്ട് കാക്ക. ഈ ചർച്ചയിൽ നമ്മൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വിലപ്പെട്ട കോളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് മിസ്റ്റർ ഗുണ്ടുവാസി, താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ പുതിയ ഉൽപ്പന്നത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ആഗോളാടിസ്ഥാനത്തിൽ ഈ ചോര കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം? അതെ, ഇങ്ങനൊരു കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും ഇതിൻ്റെ കൂടുതൽ എങ്ങനെ ഇത് മെച്ചപ്പെടുത്തി ആഗോള വിപണിയിൽ എങ്ങനെ ഇറക്കാന്നുള്ളതിനെ കുറിച്ച് ഞാനും എൻ്റെ കമ്പനി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എനിക്ക് ചില സയൻറ്റിസ്റ്റിൻ്റെയും ഒപ്പം തന്നെ മെൻ്റൽ സ്പെഷ്യലിസ്റ്റിൻ്റെയും പ്രത്യേക സേവനം വേണ്ടി വരും. അതിന് ഞാനിപ്പോൾ നിർദ്ദേശിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് വാട്ടർ ടെസ്റ്റ് നടത്തിയ നമ്മുടെ സിൽക്ക് സാദിഖാണ്. സിൽക്ക് സാദിഖിനെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഒരു ഡേറ്റും കാര്യവും കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ അനാലിറ്റിക്കൽ ലാബിലെത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് നല്ലൊരു സാമ്പത്തികമായിട്ടും നല്ലൊരു വിപണി ഞാൻ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഗുണ്ടുനാഥുനായാലും ഗുണ്ടു കാക്കുവിനായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാവും എന്ന് തന്നെയാണ് ഒരു വിശ്വാസം. ഏതായാലും ഇത് നല്ലൊരു പിടിവള്ളിയായി ഞങ്ങൾ മുന്നേറും. നാഥു, ഞാൻ ഇന്നലെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ചോരയുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ചോര ഇതിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം യാദൃച്ഛികമായി കണ്ടെത്തിയതാണ് എന്നല്ല. പുള്ളിക്കാരൻ അതിൽ വ്യക്തമായ ഒരു 1.5 വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഇന്നലെ ആ സാധനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ പ്രൊഡക്ടിവിറ്റിന്റെ ക്വാളിറ്റി ഒക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നത് പൂരിയാണോ പൊറാട്ടയാണോ തമ്മിലുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാനത് പൂരിയാണെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിന്റെ ടേസ്റ്റിനെ കുറിച്ച് സാദിഖ് ഒരു ഡേറ്റ് ഫിക്സ് തന്നിട്ടുണ്ട്. അദ്ദേഹം അത് ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ആ ടേസ്റ്റിനെ കുറിച്ചും അതിന്റെ വിശദവിവരങ്ങളെ കുറിച്ചും ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഗുണ്ടിനാഥു. മിസ്റ്റർ ഗുണ്ട് കാക്ക, താങ്കൾ ഈ വിഷയത്തിൽ കൂടുതൽ ഉള്ളിലോട്ട് ചെന്ന് പഠിക്കുന്ന ഒരു ആളായത് കൊണ്ടും താങ്കൾക്ക് ഇത്തരത്തിലുള്ള പല കമ്പനികൾ നിലവിൽ ഉള്ളതിനാലും താങ്കൾ ഇത് മാർക്കറ്റിലോട്ട് ഇറക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് താങ്കളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാട് എന്താണ്? ഒരുപാട് കാലമായി നമ്മുടെ സയന്റിസ്റ്റ് ചോര ഈ ഗവേഷണത്തിൽ ഏർപ്പെട്ടിട്ട്, പക്ഷേ അദ്ദേഹം പല വഴിക്കും പരാജയത്തിലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് റിസൾട്ട് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിന് എൻ്റെ എല്ലാ ഭാവുകളും നേരുന്നു. ഈ ഉൽപ്പന്നത്തിന് ചോര പൊറാട്ട എന്ന് തന്നെ പേര് നൽകണമെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. താങ്കൾ പറയുന്നത് ഈ ഉൽപ്പന്നത്തിന് ചോര പൊറാട്ട എന്ന് പേര് നിർദ്ദേശിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതെ, തീർച്ചയായും.
ഓക്കെ ഓക്കെ. താങ്കൾ ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ താങ്കളുടെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കാൻ, അതായത് ചോര സെമീലുമായി സംയുക്തമായി താങ്കൾ ഈ ബിസിനസ് ചെയ്യാൻ താങ്കൾ താല്പര്യപ്പെടുമോ? അദ്ദേഹത്തിന്റെ സമ്മതമാണെങ്കിൽ? അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അത് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്കൾ ഇത്രയും ഞങ്ങൾ സഹകരിച്ചതിന് മിസ്റ്റർ ഗുണ്ടുകാക്ക, അതുപോലെ തന്നെ ഗുണ്ടുവാസി. അവസാനമായിട്ട് മിസ്റ്റർ ഗുണ്ടിനാഥു, താങ്കൾ. ഹലോ ഹലോ, കേൾക്കുന്നില്ലല്ലോ? ഹലോ മിസ്റ്റർ ഗുണ്ടിനാഥു, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ. ക്ഷമിക്കണം, ചില സാങ്കേതിക കാരണവശാൽ ഗുണ്ടിനാഥുമായുള്ള ടെലിഫോൺ ബന്ധം ഛേദിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം താങ്കളിലോട്ട് തിരിച്ചു വരാം. നമുക്കൊരു പ്രേക്ഷകരുടെ കോള് വരുന്നുണ്ട്. നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് പറയാം. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഓക്കെ. മിസ്റ്റർ, പറയൂ, ഈ പുതിയ ഉൽപ്പന്നത്തെ പൊറോട്ടയിൽ നിന്ന് പൂരി എന്ന ഉൽപ്പന്നത്തെ കുറിച്ച് താങ്കളുടെ വ്യക്തിപരമായ എന്ന നിലയിലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? പറയൂ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. ഹലോ, ഈ ചോരപൂരി പുറത്തു വിട്ട ഉടനെ തന്നെ ഈ ചോരപൂരി മാർക്കറ്റിലെത്തിയ ഉടനെ തന്നെ ഞാൻ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ കണ്ടു, ഒക്കെ വാങ്ങി. അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. എന്റെ വയറുത ചാടി പുറത്ത് തൂങ്ങി കിടക്കുന്നു. എന്റെ ചോരാകെ ഒലിച്ചു പോകുന്നു. ഞാനിപ്പോൾ ആകെ എന്തൊക്കെയോ അസ്വസ്ഥതയാണ്. ഈ ചോരപ്പൂരി എനിക്കുണ്ടാക്കിയ അസ്വസ്ഥതയിൽ ഞാൻ ആകെ ഒരു ഭ്രാന്തിയെ പോലെ ആകെ അലഞ്ഞി ഒരു ഗതികെട്ട പ്രേതം പോലെ അലഞ്ഞു നടക്കുകയാണ്. എന്റെ നന്ദിയും കിടപ്പാടും എന്നും ചോരക്കുണ്ടാവും. വാർത്തകൾ തുടരുന്നു. ഓക്കെ, താങ്ക് യു മിസ്റ്റർ പ്രേക്ഷകൻ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരുന്നതാണ്. അല്ല നിസേ, അതിനിപ്പോ കല്ലായി ചോരാപൂരി ഫിഡ്സില്ലേ? അത് ശരിയാ. അതിപ്പോ ചോന്ന പാലും കിട്ടും, ചോന്ന കാട്ടും കിട്ടൂലോ അല്ലേ? വിലയേ മെച്ചം, ഗുണമേ തുച്ഛം, കലായി ചോരാപൂരി ഫീഡ്സ്. വീണ്ടും കാണാമെന്ന മോഹത്തോടെ പിരിയുന്നു മസലമാ. വീണ്ടും കാണാമെന്ന മോഹത്തോടെ പിരിയുന്നു മസലമാ.